ഞാനും ജാക്കിയും ഇപ്പോഴുള്ളത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ്. ആ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ കരുനാഗപ്പള്ളിക്കടുത്തുള്ള ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കൊപ്പം ശ്രീ KC വേണുഗോപാൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് KC. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കുതിരയുമായിട്ട് KCയെ കാണാൻ വരുന്ന സമയത്ത് ഇപ്പോൾ 2 കുതിരകളുണ്ട്, ഒരു പടക്കുതിരയും ഒരു സാധാരണ കുതിരയും. പടക്കുതിരയാകുമല്ലോ അല്ലേ? ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ആത്മവിശ്വാസമുണ്ട്, ഇരട്ടിച്ചു എന്നാണ്. അപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ ACCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് നമുക്കൊപ്പം ഉള്ളത്. ഞാൻ വളരെ പെട്ടെന്ന് അങ്ങ് ഫ്രീ ആക്കാം. അതിനു മുമ്പ് എനിക്ക് 2 പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്വസ്റ്റിലേക്ക് നേരിട്ട് കിടക്കുക. ഒന്ന്, ഇന്നലെ മുഖ്യമന്ത്രി പഴയ പേര് ഓർമ്മിപ്പിക്കരുത് എന്ന് രാഹുൽ ഗാന്ധിയോട് പറയുന്നു. രാജ്യം ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നത് ഈ മുന്നണി മര്യാദയ്ക്ക് ചേരുന്നതാണ്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള മോദി സ്നേഹവും അല്ലെങ്കിൽ മോദി ഭയത്തിൻ്റെയും യഥാർത്ഥ പ്രതികരണമല്ലേ അത്. ആ പേര് എല്ലാവർക്കും അറിയാം. സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധിയെ വിളിച്ച പേര് ഞാൻ മടി കാണിക്കുന്നില്ല. ആ പേര് പറയണമെന്ന് പിണറായി വിജയൻ ചോദിച്ചാൽ അത് സംഘപരിവാറിനപ്പുറം പിണറായി വിജയൻ മോഡിയെ സൂചിപ്പിക്കുകയാണ്. ക്ലിയർ അല്ലേ? അത് മോദി ഭയത്തിന്റെ പ്രതിഫലനമാണ്. തീർച്ചയായിട്ടും. കാരണം അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വിളിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ആ പേര്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അത് വിളിച്ചിട്ടില്ല. ഇത് മുഖ്യമന്ത്രി അത് വിളിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ മുഖ്യമന്ത്രി ആ വിളിച്ചത് ആരായിരുന്നു? ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ, BJP, RSS. അപ്പോൾ ആ പേര് വിളിക്കുമെന്ന് പിന്നെ പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ യഥാർത്ഥ ഭാഷയിലോട്ട് പിണറായി വിജയൻ പോയി എന്നർത്ഥം. അപ്പോൾ വളരെ വ്യക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഏറ്റവും ഗൗരവതരമായ കാര്യമാണ്. ആ ഒരു കാര്യം, ഇത്രയും ലോ ലെവലായിട്ടുള്ള ഒരു കാര്യം കേരള മുഖ്യമന്ത്രി യെച്ചൂരിയുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച്. ആ പേര് വിളിക്കാൻ യെച്ചൂരി ആഗ്രഹിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട കാര്യം, യെച്ചൂരിയുടെ നിലപാട് ഇക്കാര്യത്തിൽ അറിയണം. ഇത് പിണറായി വിജയന്റെ നിലപാട് തന്നെയാണോ എന്നാണ് ശ്രീ KC വേണുഗോപാൽ ചോദിക്കുന്നത്. ഈ മുന്നണി മര്യാദ ഇന്ത്യ മുന്നണിയിൽ തുടർച്ചയായി CPM ലംഘിക്കുന്നുവെന്നൊരു പരാതി അങ്ങേക്കുണ്ട്. അല്ല, തീർച്ചയായിട്ടും അവരെല്ലാ കാലത്തും അവർക്ക് കേരളത്തിന് പുറത്ത് എന്താ നടക്കുന്നത് താങ്കൾക്കറിയാമല്ലോ. താങ്കൾ മധുരയിൽ പോയി നോക്കണം, താങ്കൾ ആന്ധ്രയിൽ പോയി നോക്കണം, താങ്കൾ ബംഗാളിലും ത്രിപുരയിലും രാജസ്ഥാനിലെ സിക്കാറിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണ്. പിണറായി വിജയൻ പറഞ്ഞ ഈ പേരുണ്ടല്ലോ, പഴയ പേര്, വിളിച്ച പേര്, ആ വിളിച്ച പേരാണെങ്കിൽ സ്വന്തം സഖാക്കളോട് ആ ഫോട്ടോ വെക്കണ്ടെന്ന് പറയട്ടെ. ആ ഫോട്ടോ വെച്ചിട്ടാണ് അവർ വോട്ട് പിടിക്കുന്നത്. അപ്പം ഇത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയെല്ലാം രാഹുൽ ഗാന്ധിയെ സ്നേഹം, ഭയഭക്തി, ബഹുമാനം എല്ലാം ഒരു നേതാവായിട്ട് അംഗീകരിക്കുന്നു. ഇവിടെ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന, എന്തിനു പറയുന്നു, BJP, RSS ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭീകരമായിട്ട് ആക്രമിക്കുന്നു. അതായത് ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ മര്യാദ കേരളത്തിലെ CPMന്റെ ഘടകം ലംഘിക്കുന്നു. തീർച്ചയായിട്ടും. അത് കേരളത്തിലെ CPM എല്ലാ കാലത്തും ഈ BJP മൂവ്മെന്റ്, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കണം. ഒറ്റ കാര്യം കൂടി, രാഹുൽ ഗാന്ധി പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന മട്ടിലുള്ള പ്രചരണമാണ് CPM ക്യാമ്പ് നടത്തി. അങ്ങനെയല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ പേടി കൊണ്ട് പറയുന്നതാണോ എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് എത്രയേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തു 65 മണിക്കൂർ. അതുപോലെ രാഹുൽ ഗാന്ധിയുടെ അംഗത്വം ഡിസ്ക്വാളിഫൈ ചെയ്തു. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു. ഇവിടെ എല്ലാ ദിവസവും പ്രൈം മിനിസ്റ്റർ, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നിങ്ങൾ കേൾക്കാം, പ്രൈം മിനിസ്റ്റർ ഹിംസെൽഫ് അയാൾ പറയുന്നുണ്ട് കേസെടുക്കും. അല്ലാതെ ഒരു ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചില്ലല്ലോ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹമല്ല പ്രകടിപ്പിച്ചത്. അവിടെ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റനാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എന്തുകൊണ്ട് അവർ പോകുന്നില്ല എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന്റെ അർത്ഥം അവർ കൂട്ടി വേർന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ മോഡിയെ ആക്രമിക്കുന്നതിനെ കൂടുതൽ എന്നെ ആക്രമിക്കുന്നു, അത് എന്തുകൊണ്ടാണ്?